ഈ പ്രഭാതത്തിലും അല്പസമയം നമുക്ക് ശാന്തമായിട്ട് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. ദൈവത്തിന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് വചനാടിസ്ഥാനത്തിൽ നമുക്ക് അന്വേഷിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇപ്രകാരം വായിക്കപ്പെടുന്നു: എനിക്ക് മുമ്പായി പോകുന്ന ഈ സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം, പക്ഷേ അവൻ എന്നോട് ദയ തോന്നുമായിരിക്കും. യാക്കോബിൻ്റെ ഒരു നിഗമനമാണ്. ഏശാവിനെ വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തിട്ട് ഓടിപ്പോകുന്ന യാക്കോബിന് ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി, അധികം താമസിയാതെ ഏശാവ് ഒരു പക്ഷേ തന്നെ അപായപ്പെടുത്തുമെന്ന്. അതുകൊണ്ട് ഒരു അനുരഞ്ജനത്തിന്, സഹോദരനുമായിട്ട് ഒരു സാഹോദര്യ ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നതിന് ശ്രമിക്കുന്ന യാക്കോബിൻ്റെ മാനുഷിക പദ്ധതിയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കി കളയാം. ദൈവിക പദ്ധതിക്ക് വിരോധമായിട്ട് അനുരഞ്ജനത്തിനായി നാം തിരഞ്ഞെടുക്കുന്ന കുറുക്കു വഴികളാണ് യാക്കോബിൻ്റെ ഈ സമ്മാനങ്ങൾ. യാക്കോബ് ഇവിടെ പറയുന്നു, എനിക്ക് മുമ്പായി കുറെ സമ്മാനം പോകട്ടെ. യാക്കോബ് തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സമ്പാദിച്ചു. തനിക്ക് ഭാര്യമാരും ദാസിമാരും കുഞ്ഞുങ്ങളും ആടുമാടുകളും ഒട്ടകങ്ങളും ഒരുപാടുണ്ടായി. ആ ഉണ്ടായ സമ്മാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ വിടവുകൾ, തൻ്റെ ജീവിതത്തിലുണ്ടായ വഞ്ചനയുടെ തകർച്ചകൾ ഇല്ലാതാക്കാമെന്ന് ശ്രമിച്ചുകൊണ്ട് ഏശാവിനെ അനുരഞ്ജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഏശാവിനെ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് താൻ തൻ്റെ ഭൃത്യന്മാരുടെ കയ്യിൽ സമ്മാനം കൊടുത്തു വിടുകയാണ്. താൻ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് സമ്മാനത്തിലാണ്. ഈ സമ്മാനങ്ങൾ അവനെ ശാന്തമാക്കട്ടെ, അതിനുശേഷം ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം, തനിക്ക് മുമ്പായി പോകുന്ന സമ്മാനത്തെക്കുറിച്ച് യാക്കോബ് ധൈര്യപ്പെടുന്നു. ആ സമ്മാനം അതിൻ്റെ ക്രിയ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 33-ന്റെ 3-ാം വാക്യം വരുമ്പോൾ അവൻ, ഇവിടെ അവൻ എന്ന് പറഞ്ഞാൽ യാക്കോബാണ്, അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു ചെന്നു. അവൻ അവർക്ക് മുമ്പായി കടക്കുന്നു. നാം ആദ്യം വായിച്ച വാക്യത്തിൽ മുമ്പേ പോകുന്ന സമ്മാനം. ഇപ്പോൾ മുമ്പേ പോകുന്ന യാക്കോബ്. 32-ന്റെ 20-ൽ സമ്മാനം മുമ്പേ പോകുന്നെങ്കിൽ 33-ന്റെ 3-ാം വാക്യത്തിൽ മുമ്പേ പോകുന്ന യാക്കോബ്. ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത് എന്താണ്? ഇതിൻ്റെ ഇടയിലാണ് യാക്കോബിന്റെ ജീവിതത്തിൽ യാബോക്ക് എന്ന് പറയുന്ന ഒരു കടവുണ്ടാകുന്നു. ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. ദൈവവുമായിട്ട് ഒരു മുഖാമുഖ സംവേദനമുണ്ടാകുന്നു. യാക്കോബ് എന്ന ചതിയുടെ പേര് മാറ്റിയിട്ട് ദൈവം ഇസ്രായേൽ എന്ന പുതിയ പേര് കൊടുക്കുകയാണ്. ഒരു മാനസാന്തര അനുഭവത്തിൽ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് തൻ്റെ സകല ജീവിതത്തിൻ്റെ തകർച്ചകളെയും യാക്കോബ് ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവം അവന് പുതിയൊരു പേര് കൊടുക്കുന്നു. പുതിയ പേര് കിട്ടിയ യാക്കോബ്, അഥവാ തൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായ യാക്കോബിന് മനസ്സിലാകുന്നു, സമ്മാനമല്ല, ഞാനാണ് മുമ്പേ പോകേണ്ടത്. തൻ്റെ വഞ്ചനയെക്കുറിച്ച് അവനവിടെ ബോധ്യം വരുന്നുണ്ട്. വഞ്ചിച്ചെടുത്തത് യാതൊന്നും അധിക നാൾ നിലനിൽക്കുകയില്ല. ഒരനുരഞ്ജനം അത്യാവശ്യമാണ്. ഭയത്തിൽ നിന്നാണ് അനുരഞ്ജനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ വെക്കുന്നത്. ഭയപ്പെട്ടുകൊണ്ട് സമ്മാനം കൊടുത്ത് അനുരഞ്ജനത്തിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യാബോക്കിന്റെ കടവിൽ ഒരു പുതിയ മനുഷ്യനായി തീരുന്ന യാക്കോബിന് മനസ്സിലാകുന്നുണ്ട്, സമ്മാനമല്ല, ഞാനാണ് മുമ്പേ പോകേണ്ടത്. അനുരഞ്ജനത്തിന് കുറുക്കു വഴിയല്ല, എന്നെ തന്നെ സഹോദരന് മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ് ആവശ്യം. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇടത്ത് ബന്ധങ്ങൾ ശരിയാക്കുവാനായിട്ട് യാക്കോബ് എടുക്കുന്ന മുൻകൈ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 33-ന്റെ 3-ാം വാക്യത്തിൽ കാണാം. അവന്റെ ഭയം മാറുകയാണ്. യാബോക്കിന്റെ കടവിൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇസ്രയേലായി മാറിക്കഴിഞ്ഞപ്പോൾ അവന്റെ ഭയം മാറുകയാണ്.
ആദ്യം അവൻ ഭയപ്പെട്ടതുകൊണ്ട്, സഹോദരൻ തന്നെ കൊന്നുകളയുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് അവനെ ശാന്തമാക്കുവാനായിട്ട് മാനുഷികമായ ഇടപെടലുകളിലൂടെ, ഭൗതികമായ കാഴ്ചകളിലൂടെ, തൻ്റെ വിചാരങ്ങളിലൂടെ ചില പദ്ധതികൾ എടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ദൈവിക പദ്ധതികൾ എന്തെന്നാരായാതെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ, അതിനെ സോൾവ് ചെയ്യുവാനായിട്ട് നമ്മുടെ ബുദ്ധിയിൽ ചില സമ്മാനങ്ങളിൽ, ചില ഭൗതിക നന്മകളിൽ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ദൈവിക പദ്ധതി സമ്മാനത്തെക്കാൾ നാം അവൻ്റെ മുമ്പിലെത്തുകയാണ്, നാം അവനോട് അടുത്ത് ചെല്ലുകയാണ്. എവിടെയാണ് നമ്മുടെ ബന്ധങ്ങൾ പോയിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അപജയം സംഭവിച്ചിരിക്കുന്നത്? ആരുമായിട്ടാണ് നാം അകന്നു നിൽക്കുന്നത്? ആ അകൽച്ച സമ്മാനം കൊണ്ട് പരിഹരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ അകൽച്ച ഉണ്ടാക്കിയവൻ തന്നെയാണ് പരിഹരിക്കേണ്ടത്. അതുകൊണ്ട് അവൻ ഇവിടെ പറയുകയാണ്, ഞാൻ അവർക്ക് മുമ്പായി പോകും. കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. സമ്മാനം കൊടുത്ത് അടുപ്പം വാങ്ങിക്കാൻ ശ്രമിച്ച യാക്കോബിന്റെ കടവിൽ വെച്ചുണ്ടായ മാനസാന്തരം സഹോദരനോട് സമ്മാനത്തെക്കാൾ ഉപരി അടുക്കേണ്ടവൻ താനാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ട് അവൻ അടുത്ത് ചെല്ലുകയാണ്. നമ്മുടെ ജീവിതത്തിലും അകൽച്ചകൾ വന്നിരിക്കുന്നത് എവിടെയാണ്? വീഴ്ചകൾ വന്നിരിക്കുന്നത് എവിടെയാണ്? അവിടെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച്, നമ്മുടെ മാനുഷിക പദ്ധതികൾ കൊണ്ട്, നമ്മുടെ സമ്മാനങ്ങൾ കൊണ്ട്, നമ്മുടെ ഐഡിയാസ് കൊണ്ട് അതിനെ കറക്റ്റാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ദൈവിക ആലോചന പ്രകാരം നാം മുൻകൈയെടുക്കേണ്ടടുത്ത് നാം തന്നെ ചെല്ലുക. അങ്ങനെ ഏശാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള ധൈര്യം യാബോക്കിന്റെ കടവിൽ നിന്ന് യാക്കോബിന് കിട്ടുകയാണ്. അവൻ സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് 7 പ്രാവശ്യം സാഷ്ടാംഗം വീഴുകയാണ്. എന്താണത് കാണിക്കുന്നത്? താൻ ചെയ്തു പോയ സകല തെറ്റുകളെയും സഹോദരന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ഏറ്റുപറയുന്ന യാക്കോബിന്റെ അടുക്കലേക്ക് ഓടി വന്നെതിരേൽക്കുന്ന ഏശാവിനെയാണ് നാം കാണുന്നത്. ഏശാവ് ഓടി വന്ന അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ച് 2 പേരും കരഞ്ഞു. ചില ബന്ധങ്ങൾ ശരിയാക്കുവാൻ അടുത്ത് വരേണ്ടത് ആവശ്യമാണ്. ചില നഷ്ടപ്പെട്ട ബന്ധങ്ങൾ ശരിയാക്കിയെടുക്കുവാൻ അടുപ്പം ആവശ്യമാണ്, ഏറ്റുപറച്ചിൽ ആവശ്യമാണ്, കെട്ടിപ്പിടിക്കേണ്ടത് ആവശ്യമാണ്, ചുംബിക്കേണ്ടത് ആവശ്യമാണ്, പൊട്ടിക്കരയേണ്ടത് ആവശ്യമാണ്. എന്നാൽ അപ്രകാരം ബന്ധം ശരിയാക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം തരുമ്പോൾ നമുക്കതിന് താല്പര്യമില്ലാതെ ഭൗതിക നന്മകൾ കൊണ്ട്, നാം ആർജിച്ചെടുത്ത സ്വത്തുകൾ കൊണ്ട്, നമ്മുടെ മറ്റ് അനുഭവങ്ങൾ കൊണ്ട്, സമ്മാനങ്ങൾ കൊണ്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ അത് ദൈവഹിതമല്ല. ദൈവഹിതത്തിൽ സമ്മാനത്തെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് എനിക്കുണ്ടാകുന്ന രൂപാന്തരമാണ്. എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, പലതരം സമ്മാനങ്ങൾ കൊണ്ടും പലവിധം മാനുഷികമായ ഐഡിയാസ് കൊണ്ടും ആ ബന്ധങ്ങൾ ശരിയാക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു യാബോക്കിന്റെ കടവുണ്ടാകട്ടെ. ദൈവത്തെ മുഖാമുഖം കാണട്ടെ. ദൈവം തരുന്ന ഉൾക്കാഴ്ചയും ദൈവം തരുന്ന ധൈര്യവും കൊണ്ട് നമുക്ക് അറ്റുപോയ ബന്ധങ്ങളെ ശരിയാക്കാം. നമുക്ക് അടുത്തേക്ക് ചെല്ലാം, അകലം വിടാം, മാറിപ്പോകുന്നിടത്തുനിന്ന് നാം അടുത്തേക്ക് ചെല്ലാം. ഒരു പക്ഷേ നാം അടുത്തേക്ക് ചെല്ലുവാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഓടി വന്ന് നമ്മളെ എതിരേൽക്കുന്ന സഹോദരനാണ് മറുവശത്ത് കാത്തു നിൽക്കുന്നത്. അതിന് ദൈവത്തിന്റെ അപാരമായ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, നമ്മളെ സജ്ജമാക്കട്ടെ. കുറുക്ക് വഴികളിലൂടെ അനുരഞ്ജനത്തിന് ശ്രമിക്കരുത്. സമ്മാനം ഒരു കുറുക്ക് വഴിയാണ്. സമ്മാനത്തിന് ശാന്തമാക്കുന്നതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ ചെല്ലേണ്ടുന്നവൻ ചെന്നാൽ, ഏറ്റുപറയേണ്ടുന്നവൻ ഏറ്റുപറഞ്ഞാൽ, സാഷ്ടാംഗം വീഴേണ്ടവൻ വീണാൽ, തകരേണ്ടവൻ തകരും. മറുവശത്ത് ഏശാവ് ഓടി വരികയാണ്, ഇപ്പുറത്തുനിന്ന് യാക്കോബ് ഓടി ചെല്ലുകയാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിടത്ത് പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏറ്റുപറച്ചിലൂടെ ശക്തമായ ഒരു മുന്നേറ്റം. നിത്യത കാത്തിരിക്കുന്ന നമ്മൾക്ക്
ഇപ്രകാരം നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ നാം മുൻകൈയെടുത്ത്, സമ്മാനം മുമ്പേ പോകരുത്, നാം മുമ്പേ പോയി അതിനെ ശരിയാക്കേണ്ടത് അത്യാവശ്യമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയും അതിനുള്ള അവസരം തരികയും ചെയ്യുമ്പോൾ നമുക്കത് ഏറ്റെടുക്കാം. നിത്യതയിൽ എത്തുന്നതിന് തടസ്സമായി വന്നുപോയ വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികപരമായ ബന്ധങ്ങളിലെ ഇടിച്ചിലുകൾ നമുക്ക് മുൻകൈയെടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്യാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും ധൈര്യവും തരട്ടെ.